ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവല്യൂഷൻ ഓഫ് HRM ആണ്. എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഈ നമ്മൾ മെയിനായിട്ട് പറയുന്നത് 3 പീരിയഡിൽ, അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ മുന്നേ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്ത്, അതുപോലെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഈ 3 കാലഘട്ടങ്ങളിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വന്നിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ കുറച്ച് തിയറീസാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ഹോത്ത്റോൺ സ്റ്റഡീസ്, തിയറി എക്സ് ആൻഡ് തിയറി വൈ, ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ക്ലാസ്സിൽ കിടക്കുന്നതിന് മുന്നായിട്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു തരാം. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നിട്ടുണ്ടെന്ന് പറയാം. ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതുപോലെ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. 1750 ടു 1840 കാലഘട്ടങ്ങൾ വരെയാണ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നിട്ടുള്ളത്. 1850 മുതൽ 1850 മുതൽ 1914 വരെയാണ് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നിട്ടുള്ളത്. ഈ ഒരു പീരീഡിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ പീരീഡായിട്ട് കണക്കാക്കുക. കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 18th സെഞ്ച്വറി എന്നാണ് പറയുക. ഇതിൽ മെയിനായിട്ട് ആദ്യ കാലഘട്ടങ്ങൾ നമുക്കറിയാം മാൻമെയ്ഡ് ആയിരുന്നു. അതായത് എല്ലാം ഹാൻഡ് അല്ല ഹാൻഡ് ആണ്. അതായത് മനുഷ്യൻ ഉണ്ടാക്കുന്നതിനാണ്, മെഷീൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എല്ലാം മനുഷ്യൻ്റെ കൈകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിരുന്നു അന്നത്തെ എല്ലാ പ്രോഡക്ട്സും. എന്നാൽ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ, ഇൻഡസ്ട്രി വൈസ് വളരാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ മെഷീൻ്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടാണ്. മെഷീനും ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എലമെൻറ്റ് നമ്മുടെ പ്രൊഡക്ഷനിലും എല്ലാ മേഖലയിലും ആഡ് ചെയ്യപ്പെട്ടപ്പോഴാണ് ഈ ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്, ഇൻഡസ്ട്രിയൽ എന്നുള്ള കോൺസെപ്റ്റിൽ വന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് പീരിയഡ് ബിഫോർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഈ പറഞ്ഞിട്ടുള്ള 18th സെഞ്ച്വറിൻ്റെ മുന്നേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന കോൺസെപ്റ്റ് എന്തായിരുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അന്നത്തെ കാലത്ത് മെയിൻ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീരിയഡ് ബിഫോർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പ്രൈമറിലി ആൻഡ് അഗ്രികൾച്ചറൽ എക്കോണമി. കോമൺ ആയിട്ട് ഒരു അഗ്രികൾച്ചർ മാത്രമാണ് അന്നത്തെ കാലത്ത് മനുഷ്യൻ്റെ ഒരു എക്കോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമുക്കറിയാം പാർട്ട് സമ്പ്രദായം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ വാങ്ങുന്ന ആ ഒരു കോൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം. അതുപോലെ അന്നത്തെ കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് വെയർ ലിമിറ്റഡ്. കമ്മ്യൂണിക്കേഷൻ ചാനലൊന്നും വളരെ കുറവായിരുന്നു. ട്രെയിനീസ് അസിസ്റ്റിംഗ് ദ ക്രാഫ്റ്റ്മെൻ. നമുക്ക് അന്നത്തെ കാലത്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റേ ഇല്ല. പക്ഷേ അന്നത്തെ കാലത്ത് നമ്മൾ ഈ പണി പഠിക്കുന്ന ആൾക്കാർ ക്രാഫ്റ്റ്മെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാഫ്റ്റ്മെൻറ്റിനാണ് നമ്മൾ അന്നത്തെ ട്രെയിനീസൊക്കെ ചെയ്തിരുന്നത്. ഇതൊരു എന്താ പറയുക, പ്രൊഫഷണൽ വേ ഓഫ് ടീച്ചിങ്ങോ ഒന്നുമല്ല അതിൽ വരുന്നത്. അതായത് അവർക്ക് പ്രൊഫഷണൽ രീതിയിലുള്ള ട്രെയിനിങ് ഒന്നുമല്ല കൊടുക്കുന്നത്. അവർ ജോലി ചെയ്യുന്ന ആൾക്കാരൊപ്പം കൂടിയിട്ട് അവരെ കൂടെ നിന്ന് ജോലി പഠിക്കുക. ഈ രൂപത്തിലായിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അതായത് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 1750 മുന്നേ ഉള്ള കാലഘട്ടമാണ് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് പീരിയഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ പീരിയഡ് കൺവേർട്ട് എക്കണോമി ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി. അഗ്രികൾച്ചറിൽ നിന്ന് ഇൻഡസ്ട്രിക്ക് എക്കണോമി മാറി. കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഇൻക്രീസ്ഡ്. എമർജൻസി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ലുക്ക് ഇൻ ടു വർക്കേഴ്സ് വേജ് വെൽഫെയർ ആൻഡ് അതർ റിലേറ്റഡ് ഇഷ്യൂസ്. വർക്കേഴ്സിന് വേജ് വരാൻ തുടങ്ങി, അതുപോലെ അവരെ വെൽഫെയർ ആക്ടിവിറ്റി ഒക്കെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. അതായത് അവരെ നല്ല ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. അതുപോലെ എമർജൻസി ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. എമർജൻസി ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള കോൺസെപ്റ്റിക്ക് ഏകദേശമൊക്കെ അങ്ങനെ മോൾഡ് ചെയ്ത് വരാൻ തുടങ്ങി. ഗ്രോത്ത് ഓഫ് ലേബർ യൂണിയൻ. ഇൻ കേസ് ലേബേഴ്സ് ഒന്നായിട്ട് ഒരു യൂണിയനായിട്ട് ഒത്തൊരുമിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള അവകാശങ്ങളോ കാര്യങ്ങളോ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ലേബർ യൂണിയനുകളൊക്കെ തുടങ്ങി. ഇവർ ചെറിയ രീതിയിൽ സംഘടനകൾ കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇതെല്ലാം നടന്നിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലഘട്ടങ്ങളിലാണ്. ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളാണ് സമൂഹത്തിന് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ്, അതൊക്കെ നടന്നിട്ടുള്ളത് ഈ ഒരു കാലഘട്ടങ്ങളിലാണ്. മനുഷ്യന് ഒരു മെഷീൻസ് മാത്രമായിരുന്നു പണ്ട് കാലത്ത് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ കണ്ടിരുന്നത്. അത് മാത്രമല്ല, അവനൊരു ഹ്യൂമൻ ബീയിങ് ആണ്, അവന് ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചെറിയതായിട്ട് മനസ്സിലാക്കുകയും അവരെ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കോമൺ ആയിട്ട് ചെറിയ രീതിയിൽ ഡെവലപ്പായി വരുന്നത്.
ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ HRMൻ്റെ വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയസ് സ്റ്റഡീസ് വെയർ റിലീസ്ഡ്. ഒരുപാട് രീതിയിലുള്ള പഠനങ്ങൾ നടന്നു ഈ ഹ്യൂമൻ റിസോഴ്സ് മേഖലയിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരുപാട് തിയറീസ് വരുന്നത്. ഒരു 4 തിയറീസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഒരുപാട് തിയറീസ് ഉണ്ട്. ഒരു 4 തിയറീസ് ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രം പറഞ്ഞു പോകും. അതുപോലെ ഈ കാലഘട്ടം പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലഘട്ടത്തിന് ശേഷം മെനി എക്സ്പെരിമെൻറ്റ്സ് വെയർ കണ്ടക്റ്റഡ്. ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഒരുപാട് രീതിയിലുള്ള എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യപ്പെട്ടു. അത് ട്രെയിനിങ് രൂപത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് നടന്നിട്ടുണ്ട്. പെർഫോമൻസ് അപ്രൈസിൽ, റിവാർഡ് കൊടുക്കുന്നതിൽ, എല്ലാ രീതിയിലും എക്സ്പെരിമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. ഗേവ് HRM എസ് ന്യൂ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ശേഷം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു കോൺസെപ്റ്റിന് തന്നെ രൂപം നൽകി. ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഈ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം വന്നു. ഇത്രയാണ് ബ്രീഫായിട്ട് അതിൻ്റെ 3 ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലഘട്ടങ്ങളിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അതിന് ശേഷം വരുന്നതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അതിന് ശേഷം ഒരുപാട് സ്റ്റഡി നടത്തിയെന്ന് പറഞ്ഞു. അതിലൊരു സ്റ്റഡിയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. FW ടൈലർ ഗീവ് എ പ്രിൻസിപ്പിൾ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. 1857 to 1911 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. FW ടൈലർ കേട്ടിട്ടുണ്ടാവും. ലെറ്റ് ദ ഇവല്യൂഷൻ ഓഫ് സയൻറ്റിഫിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അപ്രോച്ച് വിച്ച് ഇൻവോൾവ്. അതായത് അദ്ദേഹം കണ്ടുപിടിച്ചതാണ് സയൻറ്റിഫിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അപ്രോച്ച്. അതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് വർക്കേഴ്സിൻ്റെ ട്രെയിനിങ് എങ്ങനെ കൊടുക്കുക എന്നുള്ളതും മെയിൻറ്റെയിനിങ് വേജ് യൂണിഫോമിറ്റി, ഫോക്കസ് ഓൺ അറ്റൈനിങ് ബെറ്റർ പ്രൊഡക്ടിവിറ്റി. ഈ 3 കാര്യങ്ങളായിരുന്നു FW ടൈലറിൻ്റെ സ്റ്റഡിയിലുണ്ടായിരുന്നത്. വർക്കേഴ്സിന് നല്ല രീതിയിൽ എങ്ങനെ ട്രെയിനിങ് എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുക എന്നുള്ളതും, അതുപോലെ വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂലി അത് എങ്ങനെയാണ് നല്ല രീതിയിൽ യൂണിഫോമിറ്റിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ളതും, അതുപോലെ ഒരു ഏതൊക്കെ രീതിയിൽ പ്രൊഡക്ടിവിറ്റി ബെറ്ററായിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് സ്റ്റഡിയിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റഡി നടത്തിയിട്ടുള്ളത്. അത് നടത്തിയത് FW ടൈലർ. അടുത്തതാണ് ഹാർത്രോൺ സ്റ്റഡി. ഈ സ്റ്റഡിയിൽ സത്യത്തിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്ന 2 ആൾക്കാരാണ്, എൽട്ടൺ മയോ അതുപോലെ ഫ്രിറ്റ്സ് റൂത്ലിഷ്ബർഗർ. ഈ 2 പേരാണ് ഈ ഹാർത്രോൺ സ്റ്റഡി കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഇതിലെ ഇവരെ കോൺസെപ്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഒബ്സർവേഷൻ ആൻഡ് ഫൈൻഡിങ്സ് ഓഫ് എക്സ്പെരിമെൻറ്റ് shifted the focus of human resource management from increase workers productivity to increase workers efficiency through work satisfaction. വർക്ക് സാറ്റിസ്ഫാക്ഷനിലൂടെയും വർക്കേഴ്സിൻ്റെ സൂപ്പർവിഷനിലൂടെയാണ് വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കണ്ടക്ട് ചെയ്ത്. അതുപോലെ അതിൽ ആ സ്റ്റഡിയിലുണ്ടായിരുന്നതാണ് വർക്കേഴ്സ് സോഷ്യൽ, സൈക്കോളജിക്കൽ ആൻഡ് മോറൽ ഇൻസ്റ്റിക്റ്റ് റെക്കഗ്നൈസ്ഡ് ബൈ മാനേജ്മെൻറ്റ്. വർക്കേഴ്സിന് ഈ പറഞ്ഞിട്ടുള്ള ഇതെല്ലാം ഈ ഒരു ഇത് മനസ്സിലാവും. ഇതാണ് ഹാർത്രോൺ എഫക്റ്റ്. നമ്മൾ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ സൂപ്പർവൈസർ ഇല്ല. ആ സമയത്ത് പ്രൊഡക്ടിവിറ്റി വളരെ കുറവ്. കാരണം നമ്മൾ ആ കട്ടപെടുക്കുന്ന ആളെ ശ്രദ്ധിച്ചാൽ നോക്കിയാൽ മനസ്സിലാവും. അയാൾ ഇങ്ങനെ ഒരു ലേസി ആയിട്ടിരിക്കും. രണ്ടാമത് ആ മണൽ വരുന്ന ആൾ അതും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരിക്കും. എന്നാൽ ഒരു സൂപ്പർവൈസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ സ്റ്റഡിയുടെ എഫക്റ്റ് ഇങ്ങനെയാണ്, സൂപ്പർവൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. വെൻ ദ വർക്കേഴ്സ് നോ പീപ്പിൾ ആർ കൺസേൺഡ് അബൌട്ട് ദം, ദെയർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്ഡ്. അതായത് വർക്കേഴ്സ് നേരെ നോക്കിയിരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. വർക്കേഴ്സിന് മനസ്സിലാവുകയാണ് അവരെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി അവരെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ് ഈ സ്റ്റഡിയിൽ പറയുന്നത്. ഇനി പറയുന്ന സ്റ്റഡിയാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. തിയറി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൈ രണ്ടും ക്രോസ് ആയി പിടിച്ചിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥയാണ്. തിയറി വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആയിട്ട് 2 കൈയും ഉയർത്തിയിട്ട് നിൽക്കുന്ന ആ വൈ നിൽക്കുന്ന പോലെ നമ്മൾ നിന്നാൽ ഇങ്ങനെ ഉണ്ടാവും. ആ ഒരു കോൺസെപ്റ്റാണ്. അതായത് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേസിയസ്റ്റ് മാനാണ്, വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സക്സസറാണ്, അതേമാതിരി ഹാപ്പി മാനാണ്, എന്തും മോട്ടിവേഷൻ ഇല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കും. എന്ന് പറഞ്ഞ ആ ഒരു ഫീലാണ് വൈക്കുള്ളത്. അപ്പോൾ ഈ തിയറി പ്രകാരം, തിയറി എക്സ് ആൻഡ് തിയറി വൈ പ്രകാരം അത് കണ്ടുപിടിച്ചത് 1960 ഡഗ്ലസ് മക്ഗ്രിഗർ
formulated theory X and theory Y suggested two aspects of human behavior at work. In the other words, അതായത് ഈ തിയറി എക്സ് തിയറി വൈ ഡഗ്ലസ് മാഗ്രിഗർ ആണ് കണ്ടുപിടിച്ചത്. അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയിട്ടാണ് ഈ തിയറി വരുന്നത്. വിച്ച് വൺ ഒന്ന് നെഗറ്റീവാണ്, മറ്റേത് പോസിറ്റീവാണ്. ആ തിയറി ആ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ശ്രദ്ധിക്കും. തിയറി എക്സിൽ പറയുന്ന പ്രകാരം എംപ്ലോയി ഡിസ്ലൈക്ക് വർക്ക്, അതായത് മാനേജ്മെൻറ്റ് ഇങ്ങനെയാണ് കോൺസെപ്റ്റ് ചെയ്യുക. എംപ്ലോയി അദ്ദേഹം വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, ദേ അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി, എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഏറ്റെടുക്കാൻ റെഡിയല്ല, ഒരു ലേസിയസ്റ്റ് മൈൻഡാണ് എന്നാണ് വിചാരിക്കുക. ആൻഡ് ദർ ഇസ് നോ ആംബിഷ്യസ്, അവർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ഒരു ലക്ഷ്യസ്ഥാനം എത്തണമെന്നൊന്നുമില്ല എന്നുള്ളതാവും. മസ്റ്റ് ബി കോയേഴ്സ്ഡ് ടു പെർഫോം, വലിയ രീതിയിൽ പെർഫോം ചെയ്യാനും വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തികളാണെന്നാണ്, അതായത് പക്ക ലേസിയസ്റ്റ് മൈൻഡുള്ള ആൾക്കാരാണെന്നാണ് തിയറി എക്സ് പ്രകാരം എംപ്ലോയീസിനെ കാണുന്നത്. എന്നാൽ തിയറി വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് ആർ ഹാപ്പി ടു വർക്ക്, അവർ വർക്ക് ചെയ്യാൻ വളരെ ഹാപ്പിയാണ്. ദേ ടേക്ക് റെസ്പോൺസിബിലിറ്റീസ്, അവർ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ റെഡിയാവും. ദേ ആർ ആംബിഷ്യസ്, അവർ വളരെ നല്ല രീതിയിൽ എയിമുള്ള ആൾക്കാരാണ്, ഒരു ലക്ഷ്യസ്ഥാനമുള്ള ആൾക്കാരാണ്. നീഡ് നോട്ട് ബി കൺസിഡേർഡ് ഓഫ് ടു പെർഫോം, അതായത് നമ്മളിങ്ങനെ പോയി ശല്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം അവർക്കില്ല വർക്ക് പെർഫോം ചെയ്യുന്നതിൽ. അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആണെന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ഇതാണ് തിയറി എക്സും തിയറി വൈ. കണ്ടുപിടിച്ച ആളെ പേര് മറക്കരുത്, ഡഗ്ലസ് മാഗ്രിഗർ. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ലാസ്റ്റ് കോൺസെപ്റ്റാണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിൽ തന്നെയുണ്ട്. ദ വേർഡ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ A.W. ലൂയിസ്. വർക്കേഴ്സ് ട്രീറ്റഡ് ആസ് അസറ്റ്സ് ഓർ റിസോഴ്സസ്. ഇത് ഒരു മോഡേൺ ട്രെൻഡിലുള്ളൊരു കോൺസെപ്റ്റാണ്. വർക്കേഴ്സിന് അല്ലെങ്കിൽ നമ്മളെ എംപ്ലോയീസിന് ഈസ് ട്രീറ്റഡ് ലൈക്ക് ആൻ അസറ്റ്, നമ്മളെ കമ്പനീൻ്റെ ഒരു അസറ്റാണ്. എംപ്ലോയി എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യണം അത്രത്തോളം കമ്പനിക്ക് പ്രോഫിറ്റാണ്. അതുകൊണ്ട് എംപ്ലോയീസ് ട്രീറ്റഡ് ആസ് എ അസറ്റ് അല്ലെങ്കിൽ ഒരു റിസോഴ്സാണ്. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ എംപ്ലോയിനെ കണ്ടിരുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ ടൂൾ ടു മേക്ക് പ്രോഫിറ്റ്, ഒരു മെഷീൻസിനെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു ടൂൾ മാത്രമാണ് എംപ്ലോയി എന്നുണ്ടായിരുന്നത്. എന്നാൽ അതിൽ ഉപരിയായിട്ട് ഒരു അസറ്റ് ഉണ്ട്. അസറ്റ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കും. എന്നാൽ ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ് തന്നെയാണ്, പക്ഷേ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് മെൻറ്റാലിറ്റി മാത്രം ഉണ്ടായിരിക്കുക. ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഈ ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത്. ഈസ് ദ പ്രോസസ് ഓഫ് അക്വയറിങ്, ട്രെയിനിങ്, മാനേജിങ്, റിറ്റൈനിങ് എംപ്ലോയീസ് ഫോർ ദം ടു കോൺട്രിബ്യൂട്ട് എഫക്റ്റീവ്ലി ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു എംപ്ലോയിനെ കണ്ടുപിടിക്കുക, അയാളെ സെലക്ട് ചെയ്യുന്നു, പിന്നെ നമുക്ക് അദ്ദേഹത്തിന് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നു, നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു, അദ്ദേഹത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നു. അതേപോലെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് എംപ്ലോയിനെ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ നമ്മളെ കമ്പനിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും, അവരെ സംഭാവന നൽകാന്നുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്യും. എന്തിനാണെന്നുണ്ടെങ്കിൽ കമ്പനീൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും. അതായത് ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സാലറി കൊടുക്കുന്ന ആൾക്കാർ മാത്രമല്ല, അവരെ നമ്മളെ കമ്പനിയിൽ നിലനിർത്തണം. നമ്മളെ കമ്പനിക്ക് അവരെ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് കമ്പനിയും ഡെവലപ്പ് ആവും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ചിന്തിക്കുന്നതാണ് ഈ ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് സത്യത്തിൽ ഒരു മോഡേൺ തോട്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ എവല്യൂഷൻ ഓഫ്, അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ എവല്യൂഷൻ പറഞ്ഞതിൽ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടൂളാണ്. അതേമാതിരി ട്രെയിനിങ് ഒന്നും മര്യാദക്കില്ല. അവരെ ആദ്യ കാലഘട്ടങ്ങളിൽ പണിയെടുക്കുന്ന ആൾക്കാരൊപ്പം പോയിട്ട് ജോലി കണ്ടുപഠിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഹ്യൂമൻ എന്നുള്ള കോൺസെപ്റ്റ് വന്ന് കാലഘട്ടങ്ങളിൽ അവർക്ക് ഇങ്ങനെ ഓരോ മാറ്റങ്ങളും ഇങ്ങനെ സംഭവിച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് വരെ എത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് തിയറീസ് ഉണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വന്നിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്.